പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാവിലെ 11 മണിക്ക് ഇരുസഭകളും സമ്മേളിക്കും. സമ്മേളനത്തിനു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാനാപകടമടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചർച്ചകൾ ഉണ്ടാകട്ടെ. ആ ചർച്ചകൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളിലേക്കൊക്കെ പോകുമോ എന്നതൊക്കെ കണ്ടറിയണം. പറയൂ കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയം. അതിൽ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാന അപകടം അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ ഇരിക്കുന്നത്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലും ഈ വിഷയങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വച്ചിരുന്നു പ്രതിപക്ഷം. എന്നാൽ ആവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരിക്കുന്നത് ഈ യോഗത്തിൽ. ഇതിൽ പഹൽഗാം ഭീകരാക്രമണം ഇത്തവണ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഇന്ന് ഉച്ചയ്ക്ക് 12:30 രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയും ഒപ്പം തന്നെ 2:30 ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെയും യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനവും സമയക്രമവും നിശ്ചയിക്കുക. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം, അതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ അതീവ രോക്ഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഇടപെട്ടു എന്നും അത് പരിഹരിച്ചത് തന്റെ ഇടപെടലാണ് എന്നുമുള്ള അവകാശവാദവുമായി തുടർച്ചയായി രംഗത്തുണ്ട്. 24 തവണയാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം 4 വിമാനങ്ങൾ തകർന്നു വീണു ഈ ഓപ്പറേഷനിടെ എന്ന പരാമർശവും നടത്തിയിരുന്നു. അത് ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇക്കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഒപ്പം തന്നെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം പ്രത്യേകിച്ച് നിയമ പോരാട്ടം ആരംഭിച്ചിരുന്നു, സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം പാർലമെന്റിൽ കൂടുതൽ ശക്തമായി ഉന്നയിക്കുക. ജമ്മു കശ്മീരിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തന്നെ പറയുകയും അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനമുണ്ട്. ഒപ്പമാണ് അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് അതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ യാഥാർത്ഥ്യം സർക്കാരിനെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തവണ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ആയുധമാക്കാൻ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതേസമയം നിരവധി ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഈ ഒരു സമ്മേളനത്തിനിടെ അവതരിപ്പിക്കാനും പാസാക്കാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത്തവണ നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രതിപക്ഷം നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ ഈ സമ്മേളനവും സംഘർഷഭരിതമാകാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം മുതൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വരെ ആയുധങ്ങളാക്കിയാണ് പ്രതിപക്ഷം വർഷകാല സമ്മേളനത്തിലെത്തുന്നത്. ഒപ്പം തന്നെ 15ഓളം ബില്ലുകൾ, വളരെ സുപ്രധാനമായ ബില്ലുകളും പാസ്സാക്കേണ്ടതുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.